കിഫ്ബി മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനത്തെക്കുറിച്ച് തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നുവെന്ന് ഇ ഡി സത്യവാങ്മൂലം. കിഫ്ബിയുടെ രേഖാമൂലമുള്ള മറുപടിയിൽ ഇക്കാര്യം വ്യക്തമാണെന്നും ഇ ഡി സത്യവാങ്മൂലത്തിലൂടെ ഹൈക്കോടതിയെ അറിയിച്ചു. നടപടികളിൽ നിന്ന് തോമസ് ഐസക് ഒഴിഞ്ഞു മാറുന്നുവെന്നും ഐസക്കിന്റെ മൊഴിയെടുക്കേണ്ടത് അനിവാര്യമാണ് എന്നും ഇ ഡി കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്യാം ദേവരാജ് വിവരങ്ങൾ നൽകും. ശ്യാം, ഇപ്പോൾ ഇ ഡിയുടെ സത്യവാങ്മൂലം കോടതിയിൽ വരുമ്പോൾ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് നയിച്ചിട്ടുള്ള സാഹചര്യങ്ങളിൽ സമാനമായ ചില ഘടകങ്ങൾ ഉണ്ടായിരുന്നു. കാരണം തോമസ് ഐസക്കിനെ പോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ ഇ ഡിയുടെ സമൻസിനോട് കൃത്യമായ രീതിയിൽ പ്രതികരിച്ചിരുന്നില്ല. മാത്രമല്ല, ഈ ദില്ലി മദ്യനയ അഴിമതി കേസിൽ കേജ്രിവാളിന് അറിവുണ്ടായിരുന്നു, അതിൽ പങ്കുണ്ട് എന്ന വിധത്തിൽ കാണിച്ചുകൊണ്ടാണ് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് പോയിരുന്നത്. അപ്പോൾ ഇ ഡിയുടെ ലക്ഷ്യം തോമസ് ഐസക്കിന്റെ അറസ്റ്റാണെന്ന് ഈ ഘട്ടത്തിൽ പറയാനാകുമോ? ഫെമ നിയമലംഘനത്തിൽ അറസ്റ്റ് എന്നൊരു സംഗതിയില്ല. അത്തരമൊരു നിയമ നടപടിക്രമത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പോകാനാവില്ല. ചോദ്യം ചെയ്യുക എന്നത് മാത്രമാണ് ഫെമ നിയമം സംബന്ധിച്ച പരിശോധനയിൽ ഇ ഡിക്ക് ചെയ്യാനാവുക. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തോമസ് ഐസക് നേരത്തെ തന്നെ കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഫെമ നിയമലംഘനം ഇല്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യത്തിലൊരു റോവിംഗ് എൻക്വയറിയാണ് നടത്തുന്നത്. കുറ്റമുണ്ടോ അല്ലെങ്കിൽ വീഴ്ചകളുണ്ടോ എന്ന് പരിശോധിക്കാനാണ് അന്വേഷണം. അങ്ങനെ അത്തരമൊരു അന്വേഷണം നടത്താനാവില്ല. കുറ്റമുണ്ട് അല്ലെങ്കിൽ വീഴ്ചയുണ്ട് എങ്കിൽ നടപടിയെടുക്കാം. പക്ഷേ വീഴ്ച കണ്ടെത്താനായി അന്വേഷണം നടത്താനാവില്ല, റോവിംഗ് എൻക്വയറി നടത്താനാവില്ല എന്നതാണ് തോമസ് ഐസക് തുടക്കം മുതൽ തന്നെ ഈ മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഇതേ കാരണത്താലാണ് നേരത്തെ കിഫ്ബിയിലെ നിയമലംഘനം സംബന്ധിച്ച് കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നതും. ഈ കേസിലാണ് നേരത്തെ പുതിയതായി രണ്ട് തവണ തോമസ് ഐസക്കിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകിയിരുന്നു. ഈ സമൻസ് ചോദ്യം ചെയ്താണ് തോമസ് ഐസക്കും കിഫ്ബിയും നിലവിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. ഇതിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുതിയൊരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഈ ഫെമ നിയമലംഘനം സംബന്ധിച്ച്, മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം സംബന്ധിച്ച് തോമസ് ഐസക്കിന് എല്ലാ കാര്യങ്ങളും അറിയാം എന്ന കാര്യമാണ്. തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നുവെന്ന് സംശയിക്കുന്നു എന്നാണ് ഹൈക്കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവർത്തിക്കുന്നത്. കിഫ്ബിയുടെ രേഖാമൂലമുള്ള മറുപടിയിൽ നിന്നും ഇക്കാര്യം വ്യക്തമായിട്ടുണ്ട് എന്നും ഇ ഡി വ്യക്തമാക്കുന്നുണ്ട്. ഇ ഡി ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്, അന്വേഷണ നടപടികളിൽ ഇതുവരെയും ഹൈക്കോടതി സ്റ്റേ നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കിഫ്ബിക്കുമൊപ്പം തോമസ് ഐസക്കിനും സമൻസ് നൽകിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളിൽ നിന്നും തോമസ് ഐസക് ഒഴിഞ്ഞു മാറുകയാണ്. ഐസക് മാധ്യമങ്ങൾക്ക് മുന്നിൽ കോടതിയെയും ഒരേ സമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും വെല്ലുവിളിക്കുകയാണ് എന്നും ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. തോമസ് ഐസക്കിന്റെ മൊഴി രേഖപ്പെടുത്തിയെങ്കിൽ മാത്രമേ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. മറ്റു ചില ആളുകൾക്ക് സമൻസ് അയക്കാനും കഴിയൂ. അന്വേഷണം പൂർത്തിയാക്കണമെങ്കിൽ തോമസ് ഐസക്കിന്റെ മൊഴിയെടുക്കണം എന്നുമാണ് ഈ മറുപടി സത്യവാങ്മൂലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. മസാല ബോണ്ട് ഇടപാട് സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമെടുത്തത് തോമസ് ഐസക്കാണ് എന്ന കാര്യവും ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. കിഫ്ബി ഹാജരാക്കിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും ഒപ്പം ജനറൽ ബോഡി മിനിറ്റ്സുകളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമാകുന്നതെന്നുമാണ് ഇ ഡിയുടെ ഈ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട ഈ ഹർജി, തോമസ് ഐസക്കിന്റെയും കിഫ്ബിയുടെ ഹർജി മെയ് മാസം 22-ന് പരിഗണിക്കാൻ വേണ്ടിയാണ് ഹൈക്കോടതി മാറ്റുകയും ചെയ്തത്. അതായത് ഏതാണ്ട് 2 മാസത്തോളം സമയം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഹർജി ഇനി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരിക. ഇതിൽ ഇന്ന് ഹൈക്കോടതി ഹർജി പരിഗണിക്കുമ്പോൾ ഹാജരായത് അരവിന്ദ് പി ദത്താറും ഒപ്പം ജയദീപ് ഗുപ്തയും അടങ്ങുന്ന മുതിർന്ന അഭിഭാഷകരാണ്. കിഫ്ബിക്കും തോമസ് ഐസക്കിനും വേണ്ടി ഹാജരായത്. ഇവർ ഏതെങ്കിലും അത്യാവശ്യ ഘട്ടം വന്നാൽ, അതായത് നേരത്തെ ബിന്നിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തെങ്കിലും അറസ്റ്റ് അടക്കമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അനുമതിയും ഈ തോമസ് ഐസക്കിന്റെയും കിഫ്ബിയുടെയും അഭിഭാഷകർ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് നേടിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നീക്കമാണ് എന്തായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് തോമസ് ഐസക്കിന്റെയും കിഫ്ബിയുടെയും അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മെയ് 22, അതായത് കേരളത്തിൽ ലോക്സഭാ വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷമായിരിക്കും ഈ കേസ് ഇനി ഹൈക്കോടതി പരിഗണിക്കുക എന്നാണ് ശ്യാം ദേവരാജ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.